Emotional development. The word emotion is derived from the Latin word immover, which means to stir up, excite or move. ഇമോഷൻ എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ വേർഡായ ഇമോവോർ എന്നതിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് സ്റ്റിർ അപ്പ്, എക്സൈറ്റ് ഓർ മൂവ്. സ്റ്റിർ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളക്കം തട്ടുക. Emotion may be defined as the stir-up condition of the organism involving internal and external changes in the body. ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബാഹ്യവും ആന്തരികവുമായ മാറ്റങ്ങൾ ഇളക്കി വിടുന്ന ഒരു രീതിയെയാണ് നമ്മൾ ഇമോഷൻ എന്ന് പറയുന്നത്. Emotional development refers to the changes in the manner in which the child expresses his emotions with the passage of time. ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അഥവാ വൈകാരിക വികാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി തൻ്റെ വികാരങ്ങൾ കാലക്രമേണ പ്രകടിപ്പിക്കുന്ന രീതിയിലുണ്ടാവുന്ന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ടൈപ്സ് ഓഫ് ഇമോഷൻസ്. ഇറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. 2 രീതിയിലാണ് ഇമോഷൻസ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ഇമോഷൻസ്. പ്ലസൻറ്റ് ഇമോഷൻസ് ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ആൻഡ് എസെൻഷ്യൽ ടു ദി നോർമൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നതും അതുപോലെ തന്നെ അത്യാവശ്യവുമായിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ലവ്, ജോയ്, ക്യൂരിയോസിറ്റി. സെക്കൻഡ് വൺ, നെഗറ്റീവ് ഇമോഷൻസ്. അൺപ്ലസൻറ്റ് ഇമോഷൻസ് വിച്ച് ആർ ഹാംഫുൾ ടു ദ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഇമോഷൻസിനെയാണ് നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്. അതെപ്പോഴും അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഫിയർ, ആങ്കർ, ജലസി തുടങ്ങിയവ. അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫസ്റ്റ് വൺ, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ദർ ഈസ് പോസിറ്റീവ് കോറിലേഷൻസ് ബിറ്റ്വീൻ വൺസ് ഹെൽത്ത് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഒരു വ്യക്തിയുടെ ആരോഗ്യവും അതുപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് തമ്മിലൊരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പാണുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്കൊരു അസുഖം വരുമ്പോൾ ആൾ ഇമോഷണലി എന്തായിരിക്കും, ഡിസ്റ്റർബ് ആയിരിക്കും. എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ എപ്പോഴും നല്ല ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ, ഇൻ്റലിജൻസ്. ദർ ഈസ് ലെസ് ഇമോഷണൽ കൺട്രോൾ എമംഗ് ലോ ഇൻ്റലിജൻറ്റ് ചിൽഡ്രൻ കമ്പയർഡ് ടു ഹൈ ഇൻ്റലിജൻറ്റ് ഗ്രൂപ്പ്സ്. രണ്ടാമത്തത് ഇൻ്റലിജൻസ് ആണ്. അതായത് ഇപ്പോൾ ഇൻ്റലിജൻസ് കുറവായിട്ടുള്ള വ്യക്തികളിൽ ഇമോഷണൽ കൺട്രോൾ പൊതുവേ കുറവായിരിക്കും നമ്മൾ ഹൈ ഇൻ്റലിജൻറ്റ് ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. തേർഡ് വൺ, ഫാമിലി. ചിൽഡ്രൻ ഇമിറ്റേറ്റ് ദ ഇമോഷണൽ ബിഹേവിയർ ഓഫ് ദ പാരൻസ് ആൻഡ് എൽഡർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. കുട്ടികളെപ്പോഴും അവരുടെ പാരൻസിൻ്റെയും അതേപോലെ തന്നെ ഫാമിലിയിലുള്ള എൽഡർ മെമ്പേഴ്സിൻ്റെയും ഇമോഷണൽ ബിഹേവിയർ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യും. Where the cordial atmosphere prevailed at home, children develop positive emotions, while conflicts and tensions in family relationship give birth to negative emotions. ഇപ്പോൾ ഒരു കോഡിയൽ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു വീട്ടിലുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അതേസമയം എപ്പോഴും ഇങ്ങനെ വഴക്കും അതുപോലെ തന്നെ ടെൻഷൻസൊക്കെ ഉള്ള ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അവരിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും കൂടുതൽ കാണാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് വൺ, സ്കൂൾ അറ്റ്മോസ്ഫിയർ. ദ ഹെൽത്തി ആൻഡ് കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ ഓഫ് ദ സ്കൂൾ ഓൾവേസ് റിസൾട്ട്സ് ഇൻ ദി ബാലൻസ്ഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. എപ്പോഴും നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് നല്ല ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്കൂളിലുള്ള ഫിസിക്കൽ ഫെസിലിറ്റീസ്, അതേപോലെ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, മെത്തേഡ് ഓഫ് ടീച്ചിങ്, പിന്നെ സ്കൂളിലെ ഡിസിപ്ലിൻ്റെ നേച്ചർ, ടീച്ചേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതൊക്കെ വളരെയധികം കുട്ടികളുടെ ഇമോഷനെ സ്വാധീനിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പിയർ ഗ്രൂപ്പ്.
Peer group relationship facilitates social development of the child and thereby his emotional development. ഇപ്പോൾ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതുവഴി കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റും ഉണ്ടാവുന്നുണ്ട്. കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. The child picks up so many traits of his emotional behavior from his surroundings. അതായത് ഒരു കുട്ടി വളരുന്ന ആ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് ഇമോഷണൽ ബിഹേവിയറിൻ്റെ ട്രേറ്റ്സുകൾ കുട്ടി സ്വീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ബ്രിഡ്ജസ് ചാർട്ട്. ഇറ്റ് ഈസ് എ ചാർട്ട് പ്രപ്പോസ്ഡ് ബൈ K.M. Bridges in 1931. It shows the scheme of emotional development in children. In the chart, she gives an account of the approximate age at which the different emotions appear first. ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ കാതറിൻ ബ്രിഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് 1931 ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്റ്റേജസ് ആണ് അതിനകത്ത് പറയുന്നത്. പ്രധാനമായിട്ടും കുട്ടി ജനിച്ചത് മുതൽ 24 മാസം വരെയുള്ള കുട്ടികളെ ഒരു പ്രത്യേക വീട്ടിൽ താമസിപ്പിച്ചിട്ട് അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ചാർട്ട് രൂപത്തിൽ പ്രസൻറ്റ് ചെയ്തതിനാണ് നമ്മൾ ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിക്കുണ്ടാവുന്ന ഇമോഷൻ എന്ന് പറയുന്നത് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കുട്ടിക്കുണ്ടാവുക. പിന്നീട് ഒരു 3 മാസം ആവുമ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള 2 ഇമോഷൻസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവിൽ വരുന്നത് ഡിലൈറ്റും നെഗറ്റീവിൽ വരുന്നത് ഡിസ്ട്രെസ്സും ആണ്. എപ്പോഴും നെഗറ്റീവ് ഇമോഷനാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നീട് ഒരു 6 മാസം ആവുമ്പോഴേക്കും നെഗറ്റീവ് ഇമോഷൻസ് ആയ ഡിസ്ട്രെസ്സിൽ നിന്ന് 3 പുതിയ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഫിയർ, രണ്ടാമത്തെ ഡിസ്ഗസ്റ്റ്, മൂന്നാമത്തത് ആങ്കർ. ഇതാണ് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവുന്നത്. പോസിറ്റീവായിട്ട് അവിടെ ഡിലൈറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. പിന്നീട് ഒരു 12 മാസം ആവുമ്പോഴേക്കും അവിടെ ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഫിയർ, അതേപോലെ തന്നെ ഡിസ്ഗസ്റ്റ്, അതേപോലെ തന്നെ ആങ്കർ അത് അതേപോലെ തന്നെ ഉണ്ടാവും. പകരം പോസിറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള ഡിലൈറ്റിൽ നിന്ന് 2 പുതിയ ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതിലൊന്നാണ് ഇലേഷൻ, രണ്ടാമത്തെയാണ് അഫെക്ഷൻ. പിന്നീട് ഒരു 18 മാസം ആവുമ്പോൾ വീണ്ടും ഡിസ്ട്രെസ്സിൽ നിന്നൊരു പുതിയ ഇമോഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫിയർ അവിടെ അതേപോലെ തന്നെ ഉണ്ടാവും, ഡിസ്ഗസ്റ്റ് അതേപോലെ തന്നെ ഉണ്ടാവും, ആങ്കർ അതേപോലെ തന്നെ ഉണ്ടാവും. പുതിയതായിട്ടുണ്ടാവുന്നതാണ് ജലസി. അതേപോലെ തന്നെ പോസിറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള ഇലേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ അഫെക്ഷനും അവിടെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഒരു 24 മാസം ആകുമ്പോഴേക്കും ഈ നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള ഫിയർ അവിടെ ഉണ്ടാവുന്നുണ്ട്, ഡിസ്ഗസ്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്, ആങ്കർ അതേപോലെ അവിടെ ഉണ്ട്, ജലസി അവിടെ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ പോസിറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള ഇലേഷൻ, എഫെക്ഷൻ അതുപോലെ തന്നെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പുതിയതായിട്ടൊരു പോസിറ്റീവ് ഇമോഷൻ കൂടെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതാണ് ജോയ്. ഇങ്ങനെയാണ് കാതറിൻ ബ്രിഡ്ജസ് കുട്ടികളിൽ ഉണ്ടാവുന്ന ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഞാനൊന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ, 3 months എക്സൈറ്റ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ടു ഡിസ്ട്രെസ് ആൻഡ് ഡിലൈറ്റ്. ഇൻ ദിസ് ഡിസ്ട്രെസ് ഡോമിനേറ്റ്സ് മോർ. At 6 months the negative emotions take the lead and distress develop into fear, disgust and anger. At 12 months positive emotions enter in the field and delight is differentiated into elation and affection. At 18 months jealousy develops from distress and affection differentiates into affection for adults and affection for children. At 24 months joy develops from delight. ഇതിലൊരു 18 മാസം ആകുമ്പോൾ ഈ അഫെക്ഷനെ 2 ആയിട്ട് പറയുന്നുണ്ട്.
എഫെക്ഷൻ ഫോർ അഡൾട്ട്സും ഉണ്ട്, എഫെക്ഷൻ ഫോർ ചിൽഡ്രൻ എന്നും പറയുന്നുണ്ട്.